അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നത്, പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു സത്യഭാമ ടീച്ചറെ കുറിച്ചിട്ട്. അതായത് നമ്മുടെ കലാഭവൻ മണിയുടെ അനിയൻ കറുത്തിട്ടാണ്, അതുകൊണ്ട് അവർക്ക് മോഹിനിയാട്ടം ചെയ്യാൻ പറ്റില്ല, മോഹിനിയാട്ടം മോഹിനികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതവർ പറഞ്ഞതാണ്. അവർ പറഞ്ഞു അവന് കറുത്തതാണ്, അവനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ തിരിച്ചടിയായിട്ട് കലാമണ്ഡലത്തിൽ തന്നെ ജോലി ഇട്ടിരിക്കുകയാണ് കലാഭവൻ മണ്ടാനി എനിക്ക്. അപ്പോൾ ഇത് കാലം തെളിയിക്കുന്നുള്ളത് തീർച്ചയാണ്. ഇതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറഞ്ഞ പോലെ, എന്ത് ചെയ്താലും തിരിച്ചടി കിട്ടുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ. പിന്നെ ഈ കറുത്തവർ വെളുത്തവർ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലങ്ങനെ ഇല്ലല്ലോ. ഇന്ത്യയിൽ കറുത്തവരും വെളുത്തവരും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ എല്ലാവരും കൂടി ജീവിക്കുന്നൊരു സ്ഥലമായിട്ടാണ് ഇന്ത്യ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കണക്കാക്കിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അവരെന്താ അത്ര വലിയ സൗന്ദര്യമാണ്. പിന്നെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ, കറുത്ത കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരെ മത്സരത്തിന് പറഞ്ഞയക്കില്ല, അവരെ വല്ല അമ്പലത്തിലോ അങ്ങനെ വല്ല അവിടേക്കാണ് പറഞ്ഞയക്കുക. അപ്പോൾ അവരുടെ ഫീസ് അവർക്ക് വേണം. ഇതൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്, ഒരിക്കൽ ഞാൻ ചെയ്തതാണ്. ഫീസ് അവർക്ക് വേണം. പക്ഷേ കുട്ടികളെ, അതായത് ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ നല്ല പോലെ മേക്കപ്പ് ചെയ്തിട്ട്, എത്ര കറുത്ത കുട്ടികളാണെങ്കിലും മേക്കപ്പ് ചെയ്ത്, കറുത്തവരായാലും മുഖലക്ഷണമുള്ളവരാണ്. മിക്ക കുട്ടികളും കറുത്തിട്ടാണെങ്കിലും മുഖലക്ഷണമുള്ളവരാണ്. എന്തായാലും കരിക്കട്ടൻ്റെ കളറൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. ഇവർ കലാഭവൻ മണ്ടാൻ അനിയനെ അങ്ങനെയാണ് പറയുന്നത്. പെറ്റ അമ്മ സഹിക്കില്ല എന്നാണ് പറയുന്നത്. ഏതൊരു പെറ്റമ്മയ്ക്കും കറുത്താലും വെളുത്താലും അവരുടെ മകന്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറഞ്ഞ പോലെ അവരവർക്ക് അവരവരുടെ മക്കൾ വലുത് തന്നെയാണ്. അതിപ്പോൾ ഈ സ്ത്രീ പറയാനൊന്നുമില്ല. ഈ സ്ത്രീ വെളുത്തിട്ട് എന്താ, ഈ സ്ത്രീൻ്റെ മുഖലക്ഷണം ഉണ്ടോ ഈ സ്ത്രീക്ക്? അപ്പോൾ ഇതിനെപ്പറ്റി കുറേ, ഞാൻ മാത്രമൊന്നുമല്ല, കുറേ ആൾക്കാർ ചെയ്തതാണ്. ഇപ്പം അതിനും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ആ സ്ത്രീക്ക്. കലാമണ്ഡലത്തിൽ കലാഭവൻ മണിയുടെ അനിയൻ ജോയിൻ ചെയ്തു ഇന്നലെ. അപ്പോൾ അത് അന്ന് വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് ഇതും കൂടി ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്തത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇന്നലെ കണ്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ആ പെൺകുട്ടിക്ക് നിറമില്ല, ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടീനെ ടോർച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വെളുത്തവർക്ക് എത്രയോ വെളുത്ത ആൾക്കാർ, മുഖലക്ഷണമില്ലാത്ത ആൾക്കാരുണ്ട്. അതെന്താ വരൊന്നും മനസ്സിലാക്കാത്തത്? കറുത്ത കുട്ടിയാണ്. ഇപ്പോൾ നവ്യ നായരൊക്കെ വെളുത്തിട്ടാണോ? ആ കുട്ടി ഡാൻസ് കളിക്കുന്നില്ലേ? അതുപോലെയൊക്കെ തന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ. എല്ലാവരും ഇപ്പോൾ വെളുത്ത സുന്ദരികളൊന്നും അല്ലല്ലോ ഇപ്പോൾ ഈ ഡാൻസൊക്കെ കളിക്കുന്നത്. അതൊന്നല്ല, കലാഭവൻ മണി ഒരു താഴ്ന്ന ജാതിക്കാരനുള്ള. അപ്പോൾ അവരിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ ഈ ജാതിൻ്റെ പ്രശ്നത്തിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഒന്നുമല്ല. ഏത് ജാതിയാണെങ്കിലും കല എന്ന് പറയുന്നത്, ഇപ്പോൾ കലാഭവൻ മണി നോക്ക്, കലാഭവൻ മണി മരിച്ചപ്പോൾ എത്രയോ വലിയ സ്റ്റാറുകൾ മരിച്ചതിനെക്കാട്ടിലും ജനങ്ങളായിരുന്നു. അതെന്തുകൊണ്ടാണ്? കറുത്ത് നോക്കിയിട്ടല്ല, ആ മനസ്സിൻ്റെ വെളുപ്പ് നോക്കിയിട്ടായിരുന്നു അത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കുക. മുഖം മാത്രം വെളുത്തിരുന്നാൽ പോരാ, മനസ്സും കൂടി വെളുക്കണം എന്ന്. മനസ്സ് വെളുക്കാത്തതുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നത്. ഈ സ്ത്രീക്ക് അഹങ്കാരം, അഹംഭാവമൊക്കെയാണ്. ഞാനാണെന്നുള്ളൊരു ഭാവമാണ്. ഞാനാണെന്നുള്ള ഭാവം വെച്ചിട്ട് നടക്കുന്നവർക്കൊക്കെ ലാസ്റ്റ് ഈ ഗതി തന്നെ കിട്ടുക. അതുകൊണ്ട് ഇപ്പോൾ ആ സ്ത്രീക്ക് ഇപ്പോൾ എന്താ പറയാന്നറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല. സന്തോഷമായി കണ്ടപ്പോൾ. കലാഭവൻ മണി അനിയനിനി വിജയിക്കട്ടെ. ഇത് കാണാൻ കലാഭവൻ മണി ഇല്ല എന്നുള്ളതാണ് അവൻ്റെ സങ്കടം. അതെത്രയായാലും ഉണ്ടാവുമല്ലോ. അവരെന്നെ ഈ നിലക്കൊക്കെ എത്തിച്ചത് കലാഭവൻ മണിയാണ്. ഒരില്ലായ്മയിൽ നിന്ന് ഓട്ടോറിക്ഷ ഒട്ടിച്ചിട്ട് ഈ നിലക്കൊക്കെ ആ കുടുംബം എത്തിച്ചത് കലാഭവൻ മണിയാണ്. കലാഭവൻ മണിനെ ഓർമ്മിക്കാനും കൂടി ഈ ഒരവസരം ഉപയോഗിക്കുന്നു. കലാഭവൻ മണി എത്ര ആൾക്കാർക്ക് ഉപകാരങ്ങളും ചെയ്ത് അവനെല്ലാവരും കൂടി നശിപ്പിച്ചതാണ്. ഇതാണ്, കാശ് ആൾക്കാരുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചുറ്റും കൂടാൻ പല ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ലാസ്റ്റാവുമ്പോൾ ഒരാളും ഉണ്ടാവില്ല. അതാണ്. കുറേ പാഠങ്ങൾ ഇതിൽ തന്നെ പഠിക്കാനുണ്ട്.
അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ കാരണം കേട്ടോ. ഇനി ആരും ഒന്നും വിചാരിക്കണ്ട. എനിക്ക് ഇങ്ങനത്തെയൊക്കെ കണ്ടാൽ എനിക്ക് തിരിച്ച് പറയണം തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ അതുപോലെയല്ല, കലാഭവൻ മണിനെ ഭയങ്കര ഇഷ്ടമാണ്. കലാഭവൻ പാട്ടാണെങ്കിലും കലാഭവൻ മണ്ണായാലും. കാരണം അവൻ ചെയ്യുന്ന ചാരിറ്റി, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു സാധാ ഒരു സിനിമാ നടനെ കാണാൻ വീട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടാകും. അവരുടെ അനുവാദം ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ ഒന്നാമത് കയറ്റൂല. കലാഭവൻ അങ്ങനെയല്ല, അവിടെ റോട്ടിലൊക്കെ വന്ന് സാധാരണക്കാരനെ പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു, ആർക്കും സഹായം ചെയ്തിട്ടും. അപ്പോൾ അവരാണ് പോയത്. അവൻ്റെ അനിയനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി. എന്തായാലും ആ കുടുംബത്തിനൊരു വഴിയാകുമല്ലോ. ഇന്നും ഇപ്പോൾ കലാഭവൻ മണ്ണെ കാണാൻ ആൾക്കാരൊക്കെ അവൻ്റെ സ്മാരകം കാണാനൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതൊക്കെ പറയാൻ കാരണം ഈ സ്ത്രീൻ്റെ വാക്കുകൾ തന്നെയാണ് കേട്ടോ. ഈ സ്ത്രീ അഹങ്കാരത്തിൽ വർത്തമാനം പറയുന്ന കേട്ടോ. അഹങ്കാരമാണ് ആ സ്ത്രീക്ക്. ഒരു കലാകാരന് അഹങ്കാരമല്ല വേണ്ടിയത്, വിനയമാണ് വേണ്ടിയത്. അതാദ്യം അവർ പഠിക്കട്ടെ. ഇവരൊന്നും വെറുതെ ഒന്നും പഠിപ്പിച്ചു കൊടുക്കില്ലല്ലോ. നല്ലോണം പൈസ വാങ്ങിയിട്ട് തന്നെ ഇവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു കുട്ടി ഭരതനാട്യമായാലും മോഹിനിയാട്ടമാണെങ്കിലും ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ലക്ഷങ്ങളാണ് ചിലവാകുന്നത്. ഏതോ 1-2 ഈ പ്രശസ്തമായവരൊന്നും 5 പൈസ വാങ്ങിക്കാണ്ടവരൊന്നും പഠിപ്പിക്കില്ല. ഏതോ പാവപ്പെട്ടവർ മാത്രം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പഠിപ്പിക്കും. ഇതിപ്പോൾ കലാഭവൻ്റെ അനിയനാണെങ്കിൽ അവൻ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ സ്ത്രീൻ്റെ അഹങ്കാര വർത്തമാനം കേട്ടപ്പോൾ അവനിക്കിത് കിട്ടിയപ്പോൾ ഒന്ന് ഈ വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇപ്പോൾ ലൈക്കും കമൻറ്റും വളരെ, വീഡിയോ കാണുന്നുണ്ട് ആൾക്കാർ, പക്ഷേ കമൻറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ. കമൻറ്റൊക്കെ ഇടുക. കറുത്ത കുട്ടികൾക്കും വെളുത്ത കുട്ടികൾക്കും സ്ഥാനം 2 തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഈ കറുത്തവരെയും ദൈവം സൃഷ്ടിച്ചത് തന്നെയാണല്ലോ, അല്ലാണ്ട് കറുത്തവരങ്ങനെ ആകുന്നതല്ലല്ലോ. ആരെങ്കിലും കൽപ്പിച്ചുകൂട്ടി മുഖത്ത് കരിയൊക്കെ തേച്ചിട്ട് കറുപ്പ് കളറാവുമോ? അല്ലല്ലോ. ഇതൊക്കെ ഈ നാട്ടിൻ്റെ ഒരു സമ്പ്രദായത്തിൽ പെട്ടു. കറുത്തവരും വെളുത്തവരും എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ കുറേ എണ്ണാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവരുടെ മുഖം കണ്ട വെളുത്ത സുന്ദരിയാണ്. ഇപ്പം ഇന്നലെ അതിൽ പറഞ്ഞ പോലെ ആ ചെക്കൻ കണ്ട അപ്പം കുട്ടി നാറില്ല എന്ന് പറഞ്ഞ ചെക്കൻ. കലാഭവൻ്റെ അനിയനിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞാൽ, അവൻ്റെ ഏട്ടനില്ല ഇത് കാണാൻ. പിന്നെ എല്ലാവർക്കും നന്ദിയുണ്ട്. അവൻ വീണ്ടും പഠിച്ച് വീണ്ടും MA മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടാണ് അതായത് ആര് റെക്കമെൻഡ് കൊണ്ടൊന്നുമല്ല ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. എക്സാം എഴുതി പാസ്സായി എന്നിട്ടാണ് ഇതിലേക്ക് അവനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആരും വിചാരിക്കണ്ട. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. കുറേ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ കമൻറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക, നല്ലതാണെങ്കിൽ കേട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.